വളരെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ട് ഇത് എന്തുകൊണ്ട് ഇത് ഇത്ര ക്ലാരിറ്റി, പുതിയതായിട്ട് ആർട്ടിമിസിൽ നിന്ന് എടുത്ത ഈ ചിത്രം എന്തുകൊണ്ട് ഇത്രയും ക്വാളിറ്റി കുറവ് എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ആദ്യം മനസ്സിലാക്കേണ്ടത് പഴയ ബ്ലൂ മാർബിൾ എന്ന് പറഞ്ഞ ചിത്രം ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ക്രോപ്പാണ്. ഇത് ജസ്റ്റ് ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്, കളറൊക്കെ എൻഹാൻസ് ചെയ്ത ചിത്രമാണ്. ശരിക്കും അതൊരു ഫിലിം ക്യാമറയിൽ എടുത്താണ് അൺപ്രോസസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ പോസിറ്റീവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്നൊരു ഇമേജാണ്. ഇത് ആക്ച്വൽ നാസ തന്നെ പുറത്ത് വിട്ടിട്ടുള്ള അതിൻ്റെ പോസിറ്റീവിൻ്റെ ഒരു ഇമേജാണ്. പക്ഷേ ഇതെടുത്തത് ഈ പറയുന്ന ക്യാമറയിലാണ്. ഹാസൽബ്ലാഡിൻ്റെ 500EL എന്ന് പറഞ്ഞ ക്യാമറയാണ്. കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തേണ്ടി വന്നു. കാര്യം ഇത് ചാന്ദ്രയാത്രയ്ക്ക് പോകുമ്പോൾ അറിയാനുള്ള ചലഞ്ചസ് എല്ലാം കടന്നു പോകേണ്ടതാണ്. അതിനുള്ള കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ലെൻസ് 80mm ഒരു സീസിൻ്റെ പ്ലേനാർ ലെൻസ് വെച്ചിട്ടാണ് അതെടുത്തത്. f2.8 അപ്പർച്ചർ ഓപ്പണിംഗ് ഉള്ള ഒരു ഫിലിം ക്യാമറയിലാണ് എടുത്തത്. എക്ടോക്രോം, കൊഡാക്കിൻ്റെ എക്ടോക്രോം എന്ന് പറഞ്ഞ ഫിലിമിലെടുത്ത ഒരു പടമാണ് നമ്മൾ നേരത്തെ കണ്ട ഈ ബ്ലൂ മാർബിൾ എന്ന് പറഞ്ഞ ചിത്രം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ ഇത് വളരെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എടുത്ത പുതിയ ചിത്രത്തിന് വളരെ ക്വാളിറ്റി കുറവാണല്ലോ എന്ന് ഒരുപാട് പേര് പരാതിപ്പെടുന്നത് കണ്ടായിരുന്നു. ഇതാണ് പുതിയ ചിത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പുതിയ ചിത്രം എടുത്തത് നിങ്ങൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ഒരു ഡിജിറ്റൽ ക്യാമറയിൽ തന്നെയാണ്. പക്ഷേ എന്താണ് ഇവിടെ വ്യത്യാസം? മറ്റേത് ബ്രോഡ് ഡേ ലൈറ്റിൽ എടുത്ത ഒരു ചിത്രമാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഭൂമി സൂര്യനെ എക്ലിപ്സ് ചെയ്ത്, അല്ലെങ്കിൽ മറച്ച് നിൽക്കുന്ന സമയത്ത് എടുത്തതാണ്. ഇല്ലെങ്കിൽ ഒരു ഭൂമിയുടെ ഷാഡോ വീണ് കിടക്കുന്ന സ്ഥലത്തിൻ്റെ ചിത്രം എടുത്തതാണ് എന്ന് പറയാം. അതായത് കുറ്റാക്കൂരി ഇരുട്ട് വരേണ്ട സ്ഥലത്താണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടായത്. നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അരികത്തായിട്ട് സൂര്യൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനം ഷൈൻ ചെയ്യുന്നത് കാണാം. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ പച്ച ഹേലോ പോലെ കാണാൻ പറ്റും. അതായത് ഭൂമി പൂർണ്ണമായും എക്ലിപ്സ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പുതിയ ഡിജിറ്റൽ ക്യാമറ ആയതുകൊണ്ട് 51200 ISOയിൽ, അല്ലെങ്കിൽ വളരെയധികം സെൻസിറ്റിവിറ്റി കൂടിയ ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. എന്നിട്ട് പോലും ഇത്രയും ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പഴയ ആ ഒരു ക്യാമറയിലെടുത്ത ചിത്രം ഇത്രയും ക്വാളിറ്റിയിലും എന്നാൽ പുതിയതായിട്ടെടുത്ത ചിത്രം ക്വാളിറ്റി കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇരുട്ടുള്ള സ്ഥലത്ത് എടുത്ത ചിത്രമാണ്. അന്നത്തെ ഫിലിം ക്യാമറയിൽ ഇത് എടുക്കാൻ പോലും പറ്റില്ല. അന്നിപ്പോൾ ഇവിടെ ആസ്ട്രോനോട്ട്സ് കൊണ്ടുപോയത് നൈക്കോണിൻ്റെ D5 അതുപോലെ പുതിയ Z9 പോലെയുള്ള ക്യാമറകളും ഒക്കെയാണ് കൊണ്ടുപോയത്. കാര്യം കുറേ ക്യാമറകൾ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഡിജിറ്റൽ ക്യാമറ അറിയാമല്ലോ, ഭയങ്കര ഇലക്ട്രോണിക്സ് ഒക്കെ വൾണറബിൾ ആയിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് അവിടെ പോകുമ്പോൾ എങ്ങാനും എന്തെങ്കിലും റേഡിയേഷനൊക്കെ കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ അടുത്ത ആർട്ടിമിസ് മിഷന് പോകുമ്പോൾ ഏത് ക്യാമറ കൊണ്ടുപോകണം എന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ ക്യാമറകളൊക്കെ കൊണ്ടുപോയതാണ്. അതിൽ നിന്ന് കിട്ടിയ ചിത്രമാണ് ഈ പറഞ്ഞ ചിത്രം. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കുറവൊന്നുമല്ല. സൂര്യൻ ഇല്ലാത്ത വശത്തിൻ്റെ ചിത്രം എടുത്തിട്ട് പോലും ഇത്രയും ക്ലാരിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ ഗംഭീര പടം.